ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാ ദിവസം ഇന്ന് 12. ഇന്നത്തെ വിഷയം ഭരതൻ ചിത്രകൂടിൽ. ശ്രീരാമനുമായിട്ടുള്ള സംഗമം, പാതുകാ പട്ടാഭിഷേകം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ഭരതൻ അയോധ്യയിൽ തിരിച്ചെത്തി. ദശരഥ മഹാരാജാവിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതും കൈകേയിയുടെ പ്രവൃത്തിയെ ശക്തമായി എതിർത്തതും ശ്രീരാമനെ തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചതും നാം കേട്ടു. ഇന്ന് രാമായണത്തിലെ ഏറ്റവും വികാരനിർഭരമായ ഒരു സംഭവമാണ്. ഭരതൻ ഗുരു വസിഷ്ഠനെയും ശത്രുഘ്നെയും 3 മാതാക്കളെയും മന്ത്രിമാരെയും അയോധ്യയിലെ ആയിരക്കണക്കിന് ജനങ്ങളെയും കൂട്ടി ചിത്രകൂടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ഗുഹനെ കണ്ടു. ആദ്യം ഗുഹന് സംശയം തോന്നി. ഭരതൻ രാജ്യം പിടിക്കാൻ രാമനെ ഉപദ്രവിക്കാനാണോ വരുന്നത്? എന്നാൽ ഭരതന്റെ ഭക്തിയും കണ്ണുനീരും കണ്ടപ്പോൾ ഗുഹന് സത്യം മനസ്സിലായി. അദ്ദേഹം എല്ലാവരെയും ഗംഗ കടത്തി. ശേഷം അവർ ഭരദ്വാജ മഹർഷിയുടെ അനുഗ്രഹം വാങ്ങി ചിത്രകൂടിലെത്തി. വളരെ ദൂരെയായി പൊടിപടലങ്ങൾ ഉയരുന്നത് കണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, ചേട്ടാ, വലിയൊരു സൈന്യം വരുന്നു. ഭരതൻ യുദ്ധത്തിനാണോ വന്നിരിക്കുന്നത്? എന്നാൽ ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണ, ഭരതനെ സംശയിക്കരുത്. അവൻ്റെ ഹൃദയം ശുദ്ധമാണ്. അല്പസമയത്തിനകം ഭരതൻ ഓടിയെത്തി ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണു. ചേട്ടാ എന്ന ഒരു വിളി മാത്രം. ശ്രീരാമൻ ഭരതനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു. അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. സീതാദേവിയും മാതാക്കളും ഗുരു വസിഷ്ഠനും ഈ സ്നേഹം കണ്ട് ആനന്ദാശ്രു പൊഴിച്ചു. ഭരതൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടാ, അച്ഛൻ നമ്മെ വിട്ടുപോയി. ഈ വാർത്ത കേട്ട ശ്രീരാമൻ ദുഃഖത്തിൽ മുങ്ങി. അദ്ദേഹം മന്ദാകിനി നദിയിൽ പിതാവിന് ജലാഞ്ജലി അർപ്പിച്ചു. ഭരതൻ ശ്രീരാമൻ്റെ കൈപിടിച്ച് അപേക്ഷിച്ചു, ചേട്ടാ, അയോധ്യയിലേക്ക് മടങ്ങി വരൂ. രാജ്യം അങ്ങയുടേതാണ്, എനിക്ക് രാജ്യം വേണ്ട. എന്നാൽ ശ്രീരാമൻ പറഞ്ഞു, പിതാവിൻ്റെ വാക്ക് ധർമ്മമാണ്. 14 വർഷം വനവാസം പൂർത്തിയാക്കാതെ ഞാൻ മടങ്ങി വരില്ല. ഗുരു വസിഷ്ഠനും മാതാക്കളും അപേക്ഷിച്ചെങ്കിലും ശ്രീരാമൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ ഭരതൻ വിനയത്തോടെ പറഞ്ഞു, ചേട്ടൻ വരില്ലെങ്കിൽ അങ്ങയുടെ പാതുകകൾ എനിക്ക് നൽകണം. ശ്രീരാമൻ തൻ്റെ പാതുകകൾ ഭരതന് നൽകി. ഭരതൻ അവ തലയിൽ വെച്ച് പ്രണാമം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ പാതുകകളാണ് അയോധ്യയുടെ യഥാർത്ഥ രാജാവ്. ഞാൻ ഒരു സേവകൻ മാത്രമായിരിക്കും. അയോധ്യയിൽ തിരിച്ചെത്തിയ ഭരതൻ രാജകൊട്ടാരത്തിൽ താമസിച്ചില്ല. അദ്ദേഹം നന്ദിഗ്രാമത്തിൽ ഒരു ചെറിയ ആശ്രമത്തിൽ വസിച്ചു. ശ്രീരാമൻ്റെ പാതുകകൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് താൻ ഒരു തപസ്വിയെ പോലെ ജീവിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, 14 വർഷം പൂർത്തിയായിട്ടും ചേട്ടൻ മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ജീവൻ ഉപേക്ഷിക്കും. ഇത്രയും വലിയ ഒരു സഹോദര സ്നേഹവും ധർമ്മനിഷ്ഠയും ലോകചരിത്രത്തിൽ അപൂർവമാണ്. ഇന്നത്തെ ആത്മീയ സന്ദേശം നമ്മൾക്ക് ഗ്രഹിക്കാനുള്ളത്, ഭരതൻ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ നേതൃത്വം അധികാരമല്ല, ഉത്തരവാദിത്തമാണ്. സ്നേഹത്തിന് സ്വാർത്ഥതയില്ല. ധർമ്മത്തിനു വേണ്ടി മാത്രം ആഗ്രഹങ്ങൾ പോലും ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് ഭക്തർ പറയുന്നത്, രാമനെ പോലെ ധർമ്മവും ഭരതനെ പോലെ ഭക്തിയും. അല്ലയോ ശ്രീരാമ, ഹേ ശ്രീരാമ, ഭരതനെ പോലെ നിസ്വാർത്ഥ സേവനവും വിനയവും ഞങ്ങളുടെ ജീവിതത്തിലും വളർത്തേണമേ. ധർമ്മത്തെ ജീവിതത്തേക്കാൾ വിലമതിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ നമ്മൾക്ക് കേൾക്കാനുള്ളത് അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും ദർശനം, ദണ്ഡകാരണ്യപ്രവേശം, വിരാധവധം. ഇതൊക്കെ നമുക്ക് നാളെ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ